മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ജീവനോടെ അടക്കം ചെയ്തതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാതന മാസിഡോണിയയിലെ ഒരു ഗ്രീക്ക് രാജാവായിരുന്നു അലക്സാണ്ടർ. 20-ാം വയസ്സിൽ അധികാരമേറ്റതു മുതൽ അദ്ദേഹം തൻ്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. 30 വയസ്സായപ്പോഴേക്കും ആ കാലഘട്ടത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള സാമ്രാജ്യത്തിൻ്റെ അധിപനായി കഴിഞ്ഞിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരിക്കൽ ഒരു യുദ്ധവിജയത്തിന് ശേഷം അദ്ദേഹം എല്ലാവർക്കുമായി ഒരു ആഘോഷ പാർട്ടി നടത്തി. ചെറിയ പാർട്ടിയൊന്നും ആയിരുന്നില്ല അത്. കുറേയേറെ ദിവസങ്ങൾ നീണ്ടുനിന്ന പാട്ടും ഡാൻസും ആവശ്യത്തിലധികം മദ്യവും ഭക്ഷണവും ഒക്കെയുള്ള ഒരു ഗംഭീര പാർട്ടി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പാർട്ടിക്കിടയിൽ ഒരു ദിവസം അലക്സാണ്ടറുടെ ഒരു ജനറൽ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചലഞ്ച് വെച്ചു. ഒരു ക്രേറ്റർ വൈൻ ഒറ്റയടിക്ക് കുടിക്കാമോ എന്നതായിരുന്നു ആ ചലഞ്ച്. ക്രേറ്റർ എന്ന് പറയുന്നത് ഇരുവശങ്ങളിലും പിടിയൊക്കെയുള്ള വലിയ ഒരു പാത്രമായിരുന്നു. എന്തായാലും അലക്സാണ്ടർ ചലഞ്ച് ഏറ്റെടുത്തു. അങ്ങനെ ഒറ്റയിരിപ്പിന് പുള്ളി ഒരു ക്രേറ്റർ വൈൻ അങ്ങ് അകത്താക്കി. ചലഞ്ചിൽ അലക്സാണ്ടർ വിജയിച്ചിരിക്കുന്നു. എല്ലാവരും കൈയടിച്ചു. പക്ഷേ കുറച്ച് സമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു. എല്ലാവരും കൂടി അദ്ദേഹത്തെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിന് കടുത്ത പനിയും നടുവേദനയും അനുഭവപ്പെട്ടു തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ നില വഷളായി വന്നു. ചികിത്സകളെല്ലാം മുറക്കി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാതെയായി. ശരീരചലനങ്ങൾ കുറഞ്ഞു വന്നു. ഒടുവിൽ 10 ദിവസത്തിന് ശേഷം ഡോക്ടർമാർ ആ വിവരം ജനങ്ങളോട് അറിയിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട രാജാവ് നമ്മെ വിട്ടു പോയിരിക്കുന്നു. പൊതുദർശനത്തിനും മറ്റ് ചടങ്ങുകൾക്കുമായി ശരീരം കൊണ്ടുപോയി. ചക്രവർത്തി ആയിരുന്നതുകൊണ്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും മറ്റും കാണാനായി എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 6 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി ശരീരം അടക്കം ചെയ്യേണ്ടതുണ്ട്. ഇനിയും ശരീരം ഇങ്ങനെ ഇട്ടിരുന്നാൽ ആകെ കുഴപ്പമാകും എന്ന് മനസ്സിലാക്കിയ മാസിഡോണിയയിലെ ഉദ്യോഗസ്ഥർ ശരീരം വൃത്തിയാക്കാനായി എടുത്തു. അങ്ങനെ ശരീരം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥന് ഒരു സംശയം. സാധാരണ 5-6 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു ശവശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അഴുകി തുടങ്ങിയിരിക്കും. എന്നാൽ രാജാവിൻ്റെ ശരീരമാകട്ടെ ഒരു കുഴപ്പവുമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ആകെ അത്ഭുതപ്പെട്ട അവരിൽ നിന്നും ഈ വിവരം പുറത്തറിഞ്ഞതോടെ രാജ്യമെങ്ങും ഒരു വാർത്ത വരുന്നു. അലക്സാണ്ടർ വെറും ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു അവതാരമാണ്. അദ്ദേഹം ദൈവം തന്നെയാണ്. അതോടുകൂടി ആ നാട്ടിലെ പലരും അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? അദ്ദേഹം ശരിക്കും ദൈവമായിരുന്നോ? പിന്നീട് ശാസ്ത്രം വളർന്നപ്പോൾ നമുക്കതിനുള്ള ഉത്തരം കിട്ടി. പണ്ട് കാലത്ത് ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് ഡോക്ടർമാർ നിശ്ചയിച്ചിരുന്നതിന് വലിയ കൃത്യതയൊന്നുമില്ലായിരുന്നു. മൃതദേഹം അടക്കം ചെയ്ത ശേഷം പിന്നീട് ചില ശവപ്പെട്ടികൾ തുറക്കാൻ ഇടവന്നപ്പോൾ അതിൽ ചില പെട്ടികൾക്കുള്ളിൽ നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള ചില പാടുകൾ കാണാമായിരുന്നു. അതായത് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കോമ സ്റ്റേജിൽ എന്ന പോലെ കിടന്നു പോകുന്നവരെ മരിച്ചതായി തെറ്റിദ്ധരിച്ച് അടക്കം ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ചില കേസുകളിൽ മണ്ണിനടിയിലായ ശേഷം ബോധം വരികയും മരണവെപ്രാളത്തിൽ പെട്ടിയുടെ വശങ്ങളിൽ മാന്തുകയും മറ്റും ചെയ്താണ് ഇത്തരം പാടുകൾ ഉണ്ടായിരുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പുറത്തൊരു മണി സെറ്റ് ചെയ്ത് വയ്ക്കുന്ന രീതി പോലും ഉണ്ടായിട്ടുണ്ട്. അതായത് പെട്ടിക്കുള്ളിലുള്ളയാൾക്ക് അഥവാ ജീവനുണ്ടെങ്കിൽ പെട്ടിക്കുള്ളിലുള്ള ചരടിൽ പിടിച്ചു വലിച്ചാൽ പുറത്ത് മണി മുഴങ്ങുകയും ആളുകൾ അയാളെ പുറത്തെത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു സംവിധാനം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ സംഭവിച്ചിരിക്കാം എന്നാണ് പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ച വിദഗ്ധർ പറയുന്നത്. അതായത് അമിത മദ്യപാനം മൂലമോ മറ്റെന്തെങ്കിലും അസുഖം മൂലമോ അദ്ദേഹം ഒരു കോമ സ്റ്റേജിന് തുല്യമായ അവസ്ഥയിലേക്ക് ആയി പോയിരുന്നിരിക്കാം. ശ്വാസോച്ഛ്വാസം തീരെ കുറഞ്ഞു പോയ ആ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചു പോയതായി അന്നത്തെ കാലത്തെ ഡോക്ടർമാർ കരുതിയിരിക്കാം. എന്നാൽ അപ്പോഴും ജീവനുണ്ടായിരുന്നത് കൊണ്ടാണ് ആ ശരീരം ഒട്ടും അഴുകാതിരുന്നത്. എത്ര വലിയ ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശാസ്ത്രം വേണ്ടത്ര വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത അക്കാലത്ത് മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെട്ടിരിക്കാനാണ് സാധ്യത കൂടുതൽ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റ് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്